ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ഉസ്താദ്മാരുടെ ചിലവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെയുള്ള പണികളിലാണ്. പോരാത്തതിന് ഇന്ന് 2-3 ദിവസമായിട്ട് മോൾക്ക് നല്ല പനിയുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു സങ്കടം ഉണ്ട് കേട്ടോ. അപ്പോൾ മോളിതാ ഗുളിക കഴിച്ചിട്ട് ഇതാ ഗെയിം എന്തൊക്കെയൊക്കെ ഇന്ന് കാണുന്നുണ്ട്. അപ്പത്തിന് പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. പൈപ്പിൽ വെള്ളം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു 4-5 ദിവസം മാത്രമല്ല, ഒരു 6-7 ദിവസം കൂടുമ്പോൾ തന്നെയാണ് വെള്ളം വരുന്നുള്ളൂ. അപ്പോൾ എല്ലാത്തിലും സ്റ്റോർ ചെയ്തിട്ട് വെക്കും. അങ്ങനെ രാവിലെയുള്ള പണികളിലാണ്. രാവിലെ കൊടുക്കുന്നത് പുട്ടും പിന്നെ പഴവും പപ്പടവും ചായയാണ് കേട്ടോ. ഇപ്രാവശ്യം ഇപ്പോൾ ചിലവ് വന്നേൽ പിന്നെ ആദ്യമായിട്ടാണ് പുട്ട് കൊടുക്കുന്നത്. അപ്പം അതിലുള്ള പരിപാടികളൊക്കെ ഇതാ പപ്പടമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാത്രത്തിലാക്കുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പം അങ്ങനെ ഉമ്മ പപ്പടമൊക്കെ കെട്ടിയിട്ട് എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് പണികളൊരു വിധം ഒതുങ്ങിയപ്പോൾ നമ്മുടെ വാർത്ത ഉണ്ടല്ലോ, ആ 4 കുട്ടികൾ മരിച്ചതിൻ്റെ പാലക്കാട് വാഹനാപകടത്തിൽ. അപ്പം അതിങ്ങനെ ഇരുന്ന് കാണുന്നു കേട്ടോ. മക്കളും ഉമ്മയൊക്കെ എന്താ ഓരോരുത്തൻ്റെ വിധി അല്ലാണ്ട് എന്താ പറയുക. ഭയങ്കര ഒരു ചെറിയ മക്കളാണ്. ഉച്ചക്കരക്കുള്ള പരിപാടി ഇപ്പാടെ വകയാണ് കേട്ടോ. ഇപ്പോഴാണ് ഇന്ന് ഫുഡ് കുക്കിങ്. ബിരിയാണി വെക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരാഴ്ച മുന്നേ ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പള്ളിയിൽ നിന്ന് മറ്റേ മുടി കൾച്ചറിൻ്റെ ബീഫാണ്. അപ്പോൾ അത് കുറേ ആയി എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൊണ്ടൊന്ന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോഴാണ് ഇന്നത്തെ കുക്കിങ് മുഴുവനും ഉച്ചക്കലത്തെ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കൊടുന്നിട്ടുള്ള ചിക്കനിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബീഫ് ബിരിയാണി വെച്ച് കുറച്ച് ചിക്കൻ്റെ ഉള്ളത് അത് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇപ്പം ഇതാ അടുക്കളയെ കിടന്ന് ഇങ്ങനെ അതിൻ്റെ വട്ടം കൂട്ടുകയാണ്. ഞാൻ കായൊക്കെ തിരുമ്പി വെച്ച് ചിക്കൻ ബിരിയാണിക്കുള്ള ബീഫ് മസാല കൂട്ടിയിട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം. അപ്പം ഞാൻ ഇപ്പുറത്ത് കുറച്ച് കച്ചമ്പറിനുള്ളത് അരിഞ്ഞുവിട്ടുണ്ട്, ചിക്കൻ പൊരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം റെഡി ആയിട്ട് പാത്രത്തിലാക്കിയിട്ട് സെറ്റാക്കി വെച്ചു. ഞാൻ ഒരു വരേ വേണ്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഐഫം മോൾക്ക് ഭയങ്കര ക്ഷീണമായപ്പോൾ ഞാൻ ഐഫം മോളിനായിട്ട് കോട്ടയം ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു ട്രിപ്പും അതേപോലെ തന്നെ കുറച്ച് ആവി പിടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ട്രിപ്പ് കയറ്റാൻ വേണ്ടി കിടത്തിയിരിക്കുകയാണ്. ട്രിപ്പിന് മറ്റേ സൂചി കയറ്റുമ്പോൾ കുറച്ച് കരയൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ ശേഷം അവൾക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി ചായയും സമൂസയും മേടിച്ചു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും ആടിനെ കിടത്തിയിട്ടുണ്ട്. അതിനാണെങ്കിൽ തീരെ ഒതുങ്ങി നിൽക്കുന്ന സ്വഭാവമില്ല. ഇതെപ്പോഴാണ് ഊരുക എന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഒടുവിലെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. ഇപ്പം അമ്മയും കൂട്ടി വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേനും ഉമ്മ എല്ലാതും രാത്രിക്കലേക്കുള്ള എല്ലാവരും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. വെറും ചോറും അയിലക്കറിയും അതേപോലെ തന്നെ അയില പൊരിച്ചത് ഉപ്പേരിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രത്തിലാക്കുകയാണ്. അതിന് കുറച്ച് കഷ്ടപ്പാടായി. അപ്പം ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബായ്.